കേരളസഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വിശ്വാസ സാക്ഷ്യം നൽകുന്ന കുടുംബങ്ങൾ യഥാർത്ഥ പ്രേക്ഷിതർക്ക് വഴികാട്ടുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ പരിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തിലൂടെ രൂപപ്പെട്ട നിലയ്ക്കൽ വിശ്വാസ സമൂഹത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളി രൂപത നൽകുന്ന വിശ്വാസ സാക്ഷ്യം അഭിമാനപൂർവ്വം സ്മരിക്കുന്നതായും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മെത്രാസന മന്ദിരത്തിലെത്തിയ മാർ റാഫേൽ തട്ടിലിനെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൻ, മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും തുടർന്ന് കൂരിയ അംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഭിനന്ദനം നേർന്നു. രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും പാലിക്കുന്നതിനൊപ്പം രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ആശംസിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും കഴിയുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരിയെന്നും മതേതരത്വമാണ് നമ്മുടെ ഭാരതത്തിന്റെ മുഖമുദ്രയെന്നും അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ പുതിയ സർക്കാരിന് കഴിയുമെന്ന് മലങ്കര സഭ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും പരിശുദ്ധ കാത്തോലിക്ക ബാവ പറഞ്ഞു. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുത്തത് നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തോടുള്ള കരുതലാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ ആദ്യ ഉത്തരവ് കാർഷിക ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണെന്നത് രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന കർഷക ജനതയ്ക്കുള്ള അംഗീകാരമാണ്. ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് ഭാരതത്തെ കൈപിടിച്ച് ഉയർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയട്ടെ എന്ന് പരിശുദ്ധ കത്തോലിക്ക ബാവ ആശംസിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും തകർക്കുന്ന ലഹരി വിപത്തിനെതിരെ സാമൂഹ്യ പ്രതിരോധത്തോടൊപ്പം ആത്മീയ ശാക്തീകരണവും അനിവാര്യമാണെന്ന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ലഹരിയുടെ ചതിക്കുഴിയിൽ അകപ്പെട്ട നിസ്സഹായരായ മനുഷ്യരെ ആത്മീയ ശാക്തീകരണത്തിലൂടെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിനാണ് കത്തോലിക്ക സഭ മുൻഗണന നൽകുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, ആഘോഷങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കൊല്ലം ബിഷപ്പ് മാർ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അഭ്യർത്ഥിച്ചു. കേരളം നേരിടുന്ന ലഹരി വിപത്തിന്റെ ഭീകരത തിരിച്ചറിയാനും അബ്കാരി നയങ്ങളിൽ ജനപക്ഷ തീരുമാനങ്ങൾ സ്വീകരിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അരമന ചാപ്പലിൽ ദിവ്യബലിയും ലഹരി വിരുദ്ധ ദീപവും തെളിയിച്ച് ഉദ്ഘാടനവും നടത്തി. കാഞ്ഞിരപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ലോഗോ അനാച്ഛാദനം കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ നിർവഹിച്ചു. ജാതി മത വ്യത്യാസങ്ങൾക്ക് ഉപരിയായി കാഞ്ഞിരപ്പള്ളിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, കലാസാഹിത്യ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പഠന ശിബിരങ്ങളും പ്രതിഭാ സംഗമങ്ങളും വഴി യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. വികാരി ജനറൽമാരായ റവറൻഡ് ഡോക്ടർ ജോസഫ് വെള്ളമറ്റം, റവറൻഡ് ഡോക്ടർ കുര്യൻ താമരശ്ശേരി, അമല സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിലെ അധ്യാപകരായ ജോസ് പാല, സജി മുത്തോലി, പയസ് ബെന്നി, ഷൈനി തുടങ്ങിയവർ പ്രസംഗിക്കുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നത് അപലപനീയമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത കമ്മിറ്റി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധ ത്രിത്വത്തെയും ഈശോയുടെ തിരുഹൃദയ രൂപത്തെയും ക്രൈസ്തവ വിശ്വാസ പ്രതീകങ്ങളെയും അവഹേളിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന പോസ്റ്ററുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് രൂപത കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കുന്ന ഇത്തരം സമീപനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്തരം പ്രവണത വർദ്ധിച്ചെന്നും യോഗം കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ക്രൈസ്തവ സമുദായത്തിന് പിന്തുണ ഉണ്ടായിരുന്നുവെന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ നിരുത്തരവാദപരമാണ്. സ്വന്തം ഭരണവൈകല്യം കൊണ്ടും ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടും മുന്നണികൾ പരാജയപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം സമുദായങ്ങളുടെ മേൽ കെട്ടിവെക്കരുത് എന്നും അതിനായി വിശ്വാസികളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് മര്യാദകേടാണെന്നും യോഗം വിലയിരുത്തി. സീറോ മലബാർ സഭയുടെ യുവജന സംഘടനയായ SMYMന്റെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പിൽ ഇടുക്കി രൂപതയിൽ നിന്നുള്ള അലക്സ് തോമസ് പുളിമൂട്ടിൽ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. KCBC യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിയുടെയും SMYM ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്രയുടെയും ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം സണ്ണിയുടെയും നേതൃത്വത്തിൽ എറണാകുളം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇടുക്കി രൂപതയിലെ പാറത്തോട് ഇടവകയിലെ പുളിമൂട്ടിൽ തോമസ് ആൻസി ദമ്പതികളുടെ മകനാണ് അലക്സ്. 4 വർഷമായി ഇടുക്കി രൂപത സമിതിയിലെ സജീവ അംഗമാണ് അലക്സ് തോമസ്.
2 വർഷക്കാലം KCYM ഇടുക്കി രൂപത പ്രസിഡന്റ്, KCYM സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി രൂപത SMYM സംസ്ഥാന കൗൺസിലറുമാണ് അലക്സ് തോമസ് പുളിമൂട്ടിൽ. തിരുവല്ല മാർത്തോമ കോളേജിലെ അധ്യാപകൻ ശ്രീ രാഹുൽ നാരായണൻ വിശുദ്ധ കുർബാനയെ അധിക്ഷേപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് തീർത്തും അപലപനീയമെന്ന് മാർത്തോമ സഭയുടെ യുവജന വിഭാഗമായ മാർത്തോമ യുവജന സഖ്യം. മതം കണക്കിലെടുക്കാതെ അധ്യാപക നിയമനം നടത്തുകയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മാർത്തോമ സഭയുടെ കീഴിലുള്ള തിരുവല്ല മാർത്തോമ കോളേജ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരിൽ നിന്നും സഭയുടെ ഏറ്റവും പ്രധാന കൂദാശയായി വിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായത് അങ്ങേയറ്റം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് മാർത്തോമ യുവജന സഖ്യം വ്യക്തമാക്കി. സംഭവത്തിൽ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. സെയിന്റ് ആന്റണീസ് ഇടവകയിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും തിരുബാല സഖ്യത്തിന്റെയും 2024-25 വർഷത്തെ പ്രവർത്തന പരിപാടികൾ വികാരി ഫാദർ പ്രിയേഷ് തേവടയിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചവറനാൽ അധ്യക്ഷത വഹിച്ചു. മിഷൻ ലീഗ് തിരുബാല സഖ്യം ഭാരവാഹികളായ നോയൽ ചുണ്ടയിൽ, നേഹ മരിയ തോണക്കര, അലൻ തടത്തിൽ, ഷാർലറ്റ് എഴുത്താണിക്കുന്നൽ, ഇവ മരിയ കോയിലിടം, പ്രധാന അധ്യാപകൻ ഷിബു മാത്യു എടാട്ട്, അനിമേറ്റർമാരായ സിസ്റ്റർ ടിൻസ, സിസ്റ്റർ ദീപ എന്നിവർ സംബന്ധിച്ചു. പതാക വന്ദനവും ഇതിനോടനുബന്ധിച്ച് നടത്തി. ദൈവഹിതം പൂർണ്ണമായും നിറവേറ്റുന്ന ജീവിതമാണ് യഥാർത്ഥ ആരാധനയെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സന്യാസിനി സമൂഹത്തിന്റെ ആസ്ഥാനമായ കുന്നന്താനം LSDP ജനറലേറ്റിൽ നിത്യാരാധന ആരംഭിച്ചതിന്റെ റൂബി ജൂബിലിയോടനുബന്ധിച്ച് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. പരിശുദ്ധ കുർബാന സഭയുടെ ഊർജ്ജ സ്രോതസ്സും ശക്തി കേന്ദ്രവുമാണ്. നാം പുതിയ നിയമത്തിലെ ആരാധനാ സമൂഹമാണെന്നും യഥാർത്ഥ ആരാധകൻ ഈശോ മിശിഹായാണെന്നും പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നതായിരുന്നു കർത്താവിന്റെ ലക്ഷ്യമെന്നും അതിനാൽ നാം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ നിറയ്ക്കാൻ ആരാധന നമ്മെ സഹായിക്കണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ഓർമ്മിപ്പിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസന വൈദിക സംഘത്തിന്റെ യോഗം പ്രാരംഭ പ്രാർത്ഥനയോടെ ബദേൽ അരമന അങ്കണത്തിൽ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. പന്തളം CM ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോൺ വർഗീസും സംഘവും ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. വൈദിക സംഘം സെക്രട്ടറി ഫാദർ ബിനു ജോയി യോഗത്തിന് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഫാദർ ജേക്കബ് T എബ്രഹാം കൃതജ്ഞതയും അറിയിച്ചു. ഭദ്രാസനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കോശി അറിയിച്ചു. ആഗോളതലത്തിൽ ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ബൈബിൾ കൺവെൻഷൻ, രോഗശാന്തി, ആന്തരിക സൗഖ്യ, പരിശുദ്ധാത്മ അഭിഷേക ശുശ്രൂഷകളിലൂടെ സൗഖ്യവും ശാന്തിയും വിശ്വാസവും പകർന്നു നൽകുന്ന വിൻസെന്റ്യൻ ധ്യാന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ UK-യിൽ തിരുവചന ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട് 10 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 10ാം വാർഷികത്തിന്റെ നിറവിൽ UK ഡിവൈൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിലായി ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും സ്ലോവിൽ വെച്ച് ജൂൺ 28, 29, 30 തീയതികളിലായി നടത്തപ്പെടും. വിൻസെന്റ്യൻ ഡിവൈൻ റിട്രീറ്റ് സെന്ററുകളുടെ ഡയറക്ടർമാരായ ജോർജ് പനക്കലച്ചനും അഗസ്റ്റിൻ വെല്ലൂരാനച്ചനും, റാംസ് ഗേറ്റ് ഡിവൈൻ റിട്രീറ്റ് ഡയറക്ടർ സെന്റർ ജോസഫ് എടാട്ടച്ചനും, പ്രമുഖ ധ്യാനഗുരുവായ പള്ളിച്ചൻ കുടിയിൽ പോളച്ചനും സംയുക്തമായിട്ടാവും ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും നയിക്കുക. ജൂൺ 28-ന് കൊങ്കണിയിലും 29-ന് ഇംഗ്ലീഷിലും സമാപന ദിനമായ 30-ന് മലയാളത്തിലുമാകും രോഗശാന്തി ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. താമരശ്ശേരി രൂപത മരുതോങ്കര മേഖലയുടെ ആതിഥേയത്വത്തിൽ ത്രിദിന പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂൺ 21, 22, 23 തീയതികളിലായി പൂഴിത്തോട് ICUP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തപ്പെടുക. രൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട യുവജനങ്ങൾക്കായാണ് ക്യാമ്പ് ഒരുക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു നാടിന്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി നമ്മളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കും. മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ആധുനിക ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. കാലഘട്ടത്തിന്റെ നന്മ പ്രചരിപ്പിക്കുന്നതായിരിക്കണം ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് മാർ പണ്ടാരശ്ശേരിൽ അധ്യക്ഷതാ പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു നാടിന്റെയും പ്രദേശത്തിന്റെയും നന്മയ്ക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആദിമ തലമുറ ചെയ്ത സേവനങ്ങൾ ഒരു നാടിന്റെ സാമ്പത്തിക, സാംസ്കാരിക, കാർഷിക ഭദ്രതയ്ക്ക് കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുന്നംകുളം മെയിൻ റോഡ് സെയിന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. പൊതുസമ്മേളനം ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മാത്യൂസ് K ബർസോമ അധ്യക്ഷനായി.
80 വയസ്സ് തികഞ്ഞവർ, വിവാഹ ജീവിതത്തിൽ 50 വർഷം പിന്നിട്ടവർ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ തുടങ്ങിയവരെ അനുമോദിച്ചു. ഫാദർ ജോൺ ഉറുമ്പിൽ, ഫാദർ പത്രോസ് ജി പുലിക്കോട്ടിൽ, ഫാദർ TC ജേക്കബ്, ഫാദർ VM ശാമുവൽ, ഫാദർ ഗീവർഗീസ് വർഗീസ്, IP ഗീവർ, മോനിഷ് മോൺസി എന്നിവർ പ്രസംഗിച്ചു. കണ്ണൂർ രൂപതയിലെ KCYM പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി റെഡിറ്റ്യൂസ് എന്ന പേരിൽ യൂണിറ്റ് വിസിറ്റിംഗ് തുടക്കം കുറിച്ചു. KCYM കണ്ണൂർ രൂപതാ സമിതിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മറ്റ് രൂപതാ സമിതി അംഗങ്ങളും താവം മേഖലയിലെ ക്രിസ്തുകുന്ന് KCYM യൂണിറ്റ് സന്ദർശിക്കുകയും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും യുവജന പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തു. ക്രിസ്തുകുന്ന് ഇടവക വികാരി ഫാദർ പ്ലാറ്റോ, യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് എന്നിവരും സംസാരിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും മികച്ച മലിനീകരണ നിയന്ത്രണം, പരിസ്ഥിതി, ഊർജ്ജ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായുള്ള 1ാം സ്ഥാനം മാർസ്ലീവ മെഡിസിറ്റിക്ക് ലഭിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ ഫാദർ ജോസ് ഹീരൻചിറ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള പുരസ്കാരം മാർസ്ലീവ മെഡിസിറ്റി ഏറ്റുവാങ്ങി. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. 500 മുകളിൽ കിടക്കകൾ ഉള്ള ആശുപത്രി വിഭാഗത്തിലാണ് മാർസ്ലീവ മെഡിസിറ്റി പുരസ്കാരത്തിന് അർഹമായത്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആശുപത്രിയെ പരിസ്ഥിതി സൗഹാർദ്ദമായി നിലനിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് 1ാം സ്ഥാന നേട്ടത്തിൽ എത്തിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു. പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ 40 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടന്നു. 40 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടും പൊന്തിഫിക്കൽ ദിവ്യബലിയോടുകൂടി സമാപിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് J. നെറ്റോ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികനായിരുന്നു. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി മോൺസിഞ്ഞോർ വിൽഫ്രഡ് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി. യേശുവിന്റെ സ്നേഹത്തിലും സാഹോദര്യത്തിലും പങ്കുവെക്കലിലും വിശ്വാസികൾ വളരണമെന്ന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആർച്ച് ബിഷപ്പ് തോമസ് J. നെറ്റോ ആഹ്വാനം ചെയ്തു. സഹവികാരിമാരായ ഫാദർ സജിത്ത് സോളമൻ, ഗോഡ്വിൻ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. മാധവശ്ശേരി പവിത്രേശ്വരം സെയിന്റ് തേവോദോറോസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം വൈജ്ഞാനികം 2024 സംഘടിപ്പിക്കുന്നു. 2024 ജൂൺ 17 ഉച്ചയ്ക്ക് 2 മണിക്ക് സെയിന്റ് തേവോദോറോസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചാണ് ക്വിസ് മത്സരം നടത്തപ്പെടുക. സാഹിത്യം, ചരിത്രം, ആനുകാലിക സംഭവങ്ങൾ, സ്പോർട്സ്, ശാസ്ത്രം, സിനിമ, ഗണിതം, IT, കല തുടങ്ങിയവയാണ് വിഷയങ്ങൾ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ സമിതി ഗ്രീൻ വീക്ക് പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പള്ളിത്തുറ ഇടവകയിലെ ചൈൽഡ് പാർലമെന്റിലെ കുട്ടികൾ സൈക്കിൾ റാലി നടത്തി. പരിസ്ഥിതി സംരക്ഷണം, സീറോ കാർബൺ എമിഷൻ, കാർബൺ ന്യൂട്രൽ ക്യാമ്പസ്, മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കൽ എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈക്കിൾ റാലി ഇടവക വികാരി ഫാദർ ബിനു അലക്സ് ഉദ്ഘാടനം ചെയ്തു. ഇടവക സെക്രട്ടറി അഡ്വക്കേറ്റ് കോൺസ്റ്റന്റൈൻ, രൂപത പരിസ്ഥിതി കോർഡിനേറ്റർ ശ്രീ എബി, ഫൊറോന ആനിമേറ്റർ പ്രീജ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്രാനായ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അതിരൂപതാ തലത്തിൽ സംഘടിപ്പിച്ച തിരുവചന എഴുത്ത് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. കരിങ്കുന്നം യൂണിറ്റിലെ നനയ മരുതുങ്കൽ ജിൻസി ലിജോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. മകുടാലയം യൂണിറ്റിലെ പാറച്ചേരിൽ ലൈലാമ ജോമോൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കൈപ്പുഴ യൂണിറ്റിലെ മോളിക്കുട്ടി സജി ചാമക്കാലായിൽ, പെരിക്കല്ലൂർ യൂണിറ്റിലെ ജോൺ C. ബിജു മാവേലി പുത്തൻപുരയിൽ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. 4ഉം 5ഉം സ്ഥാനങ്ങൾ മാമ്പ്ര യൂണിറ്റിലെ ഷിൻസി നിമ്മിച്ചൻ വടക്കാഞ്ചേരിയും കിടങ്ങൂർ യൂണിറ്റിലെ ഡിനോ മാത്യു വലിയ വീട്ടിലും കരസ്ഥമാക്കി. ഗ്ലോബൽ മാതൃവേദി സംഘടിപ്പിക്കുന്ന വചനം എഴുത്തു മത്സരത്തിന് മുന്നോടിയായാണ് അതിരൂപതാ തലത്തിൽ മത്സരം സംഘടിപ്പിച്ചത്. യൂണിറ്റ് തലത്തിൽ വചനം എഴുത്തു മത്സരം നടത്തി വിജയികളെ കണ്ടെത്തുകയും പ്രസ്തുത വിജയികളെ ഉൾപ്പെടുത്തി ഫൊറോന മത്സരം നടത്തുകയും ചെയ്തതിന്റെ തുടർച്ചയായാണ് ഓരോ ഫൊറോനയിൽ നിന്നും വിജയികളായവരെ ഉൾപ്പെടുത്തി അതിരൂപതാ തലത്തിൽ വചനമുത്തുകൾ എന്ന പേരിൽ വചന എഴുത്ത് മത്സരം സംഘടിപ്പിച്ചത്. അതിരൂപതയിൽ 1ഉം 2ഉം സ്ഥാനത്തിന് അർഹരായവർ ജൂൺ 15-ന് ആലുവയിൽ വെച്ച് നടത്തപ്പെടുന്ന ഗ്ലോബൽ വചന എഴുത്ത് മത്സരത്തിൽ പങ്കെടുക്കും. കേരള സഭ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.